എറണാകുളം കോടനാട് സ്വദേശി കോസ് കുര്യൻ സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തി ആരംഭിച്ച പെരിയാർ പശു സംരക്ഷണ പദ്ധതി ശ്രദ്ധേയമാകുന്നു. കുട്ടികൾ പശുക്കിടാവിനെ വളർത്തി വലുതാക്കി അതിൽ നിന്നും ലഭിക്കുന്ന ആദ്യത്തെ പശുക്കിടാവിനെ മറ്റൊരു കുട്ടിക്ക് സൗജന്യമായി നൽകുക എന്ന ഒരേയൊരു നിബന്ധനയാണ് പശുക്കിടാവിനെ കുട്ടികൾക്ക് കൈമാറുമ്പോൾ കോസ് കുര്യൻ മുന്നോട്ട് വയ്ക്കുന്നത്. പെരിയാർ പശുക്കളുടെ വംശനാശ ഭീഷണി അതിജീവിക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയാണ് കോടനാടുള്ള കോസ് കുര്യൻ. ഇതിനായി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് കമ്മ്യൂണിറ്റി കൺസർവേഷൻ പദ്ധതി. നാടൻ ഇനം പശുക്കൾ ഇന്നതൊരു വംശനാശ ഭീഷണിയിലാണ്. ഇതിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതി ആരംഭിച്ചത്. ബ്രീഡ് സേവിയർ അവാർഡ് 2018 ദേശീയ വംശരക്ഷാ പുരസ്കാരം നേടിയയാളാണ് കോസ് കുര്യൻ. കോടനാടുള്ള മാറോഗൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഇതിനായി തിരഞ്ഞെടുത്തു. 10 കുട്ടികളാണ് ഇപ്പോൾ ഈ പദ്ധതിയിൽ നിലവിലുള്ളത്. നാടനിനം പശുക്കളെ സംരക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR, നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക്സ് റിസർച്ച് എന്നീ സ്ഥാപനങ്ങളുടെ സപ്പോർട്ടും ലഭിച്ചു. മണ്ണൂത്തിയിലെ കേരള വെറ്ററിനറി അഗ്രികൾച്ചറൽ സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ തിരുപ്പതി വെങ്കിടാചലപതിക്കാണ് ഇവിടെ മേൽനോട്ട ഉത്തരവാദിത്വം. വരുന്ന യങ്കർ ജനറേഷനെ എല്ലാവരെയും നമ്മളുടെ കന്നുകാലി വളർത്തലെയും ഓർഗാനിക് അഗ്രികൾച്ചറിലെയും ഒന്നുകൂടി അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉദ്ദേശം കൂടി ഈ പദ്ധതിക്ക് ഉണ്ട്. ആൽനറ്റും തന്റെ സഹോദരി അബിറ്റും ചേർന്നാണ് അവരവർക്കായി ലഭിച്ച അമ്മിണി കിങ്ങിണി എന്ന പശുക്കിടാങ്ങളെ കുളിപ്പിച്ചും ഊട്ടിയും ഇവർ നോക്കുന്നത്. രാവിലെ ഞങ്ങൾ നേരത്തെ ഫ്രഷ് ആയിട്ട് പറമ്പിലേക്ക് വരും. ആ സമയം ഞങ്ങൾ എല്ലാവരും ഉണ്ടോന്ന് തന്നെയാണ് ഫസ്റ്റ് നോക്കുന്നത്. അതിനുശേഷം എല്ലാവരുടെ അടുത്തെല്ലാം പോയിട്ട് തലോടി സംസാരിച്ചതിനു ശേഷം ഞങ്ങൾ ഓരോരുത്തരയച്ച് പറമ്പിലേക്ക് ഇട്ടു. ഈ കുട്ടികളെ കുറിച്ച് മാതാപിതാക്കളായ ലിനോ റിയ പറയുന്നത് ഇങ്ങനെ: ഈ പ്രകൃതിയോടാണെങ്കിൽ ഇങ്ങനെ രണ്ടുപേരും കൂടി അവരൊരു കൂടപ്പുറപ്പിനെ പോലെ വിശേഷം എല്ലാം പറഞ്ഞ് അവരിങ്ങനെ അതിന്റെ പുറകെ നടക്കുകയാണ്. ഞങ്ങൾക്ക് അത് ഒരു സന്തോഷം വരുന്ന ഒരു കാര്യമാണ്. വയലിൻ പഠിക്കാൻ പോകുന്ന അഭിനവ് തന്റെ വയലിൻ വൈഭവം സ്വന്തം പശുക്കിടാവിന് മുന്നിൽ വായിച്ച് കേൾപ്പിക്കുന്നതിൽ ആനന്ദം കൊള്ളുന്നു. ശനിയാഴ്ച ഞായറാഴ്ച വയലിന് പോകാറുണ്ട്, വയലിൻ ക്ലാസ്സിന്. അത് കഴിഞ്ഞിട്ട് വരുമ്പോ സാറ് പറയും ആരെങ്കിലും ഒക്കെ വായിച്ചേപ്പിക്കണമെന്ന്. അച്ചായിക്കും അമ്മച്ചിക്കും സമയമില്ലാത്ത കാരണമുണ്ട് ഞാൻ പശുക്കളെ വായിച്ചേപ്പിക്കും. പശുക്കിടാങ്ങളുമായുള്ള തന്റെ 2 ആൺമക്കളുടെയും അടുപ്പം ഏറെ ക്രിയാത്മകമാണെന്ന് അവരുടെ പിതാവ് ബൈജു പറയുന്നു. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ TV കണ്ടും മൊബൈൽ കണ്ടുമാണ് സമയം ചെലവഴിച്ചിരുന്നത്. ഇപ്പൊ അതിൽ നിന്നെല്ലാം മാറി കന്നുകാലിയും പ്രകൃതിയുമായിട്ട് ഇണങ്ങിയാണ് അവർ ഇപ്പൊ പോകുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോടനാട് നിന്നും ജോസഫ് മാർട്ടിൻ.